गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. സംപൂജ്യരായ ഭക്തജനങ്ങളെ, ബ്രഹ്മമംഗലം ഉരിയേരി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ 7ാമത് സപ്താഹയജ്ഞമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 3ാം ദിനമായി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. എല്ലാ ഭക്തന്മാരും എത്തിച്ചേർന്ന അമാവാസ്യയും കൂടിയ ഈ സുദിനത്തിലെ ധാരാളം ഭക്തന്മാരാണ് എത്തിച്ചേർന്നത്. ഇന്നത്തെ ദീപാരാധന മംഗളകരമാക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഗംഭീരമായ ദീപാരാധന ഭഗവത് പാദാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കണം. ഭഗവത് ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിൽ ഗുരുജിയും പണവള്ളി ഷാജി അരവിന്ദൻ തന്ത്രികളും ചേർന്നുകൊണ്ട് ക്ഷേത്ര സന്നിധിയിലെ മംഗളകരമായ ഈ യജ്ഞം നടക്കുകയാണ്. ഇതൊരു ജ്ഞാനയജ്ഞമാണ്. നമ്മൾക്ക് ഒരു വർഷമായിട്ട് കഴിഞ്ഞ സപ്താഹം കഴിഞ്ഞ് ഈ നിമിഷം വരെയുള്ള നമ്മളിലുള്ളതായ നമ്മളിൽ വന്നു ചേരുന്ന അഴുക്കുകൾ, മനസ്സിൽ വരുന്നത്, പ്രവർത്തനത്തിൽ വന്നു ചേരുന്നതായ അഴുക്കുകളും മാലിന്യങ്ങളും മുഴുവൻ നമുക്കില്ലാതാക്കുവാൻ സാധിക്കുന്ന സുദിനമാണ് ഈ 4-5-7 ദിവസം, ബാക്കിയുള്ള 5 ദിവസവും കൂടി. അപ്പോൾ ജനുവരി മാസം 23-ാം തീയതി ആറാട്ടോടുകൂടി പര്യവസാനിക്കും. അപ്പൊ ഈ മംഗളകരമായ ഈ ഭജനയിൽ വന്ന് കുടുംബസഹിതം ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഒന്നിച്ചു വന്നിരുന്ന ആ ആനന്ദ നിർവൃതിയില് ആറാടാൻ നമുക്ക് കിട്ടുന്നൊരു മഹാഭാഗ്യാണ്. ഒരു യജ്ഞശാലയിൽ വന്ന് ശ്രീകോവിലിൽ കയറിയിരിക്കുന്ന രൂപത്തിൽ വന്നിരിക്കാൻ പറ്റിയ. ശ്രീകോവിലാകുമ്പോ പൂജ നടത്തുന്നവർ കയറുന്നത് പോലെ യജ്ഞശാലയിൽ എന്ന് പറയുമ്പോൾ മുഴുവൻ ഭക്തന്മാർക്കും വന്ന് യഥേഷ്ടം വന്നിരുന്ന് ഭഗവാന്റെ ആ ഭദ്രദൈവത്തിന്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ ജീവനെ ആ സന്തോഷമായി നിലനിർത്തുവാനുള്ള അനുഗ്രഹമൊക്കെ കിട്ടുന്ന സുദിനമാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ ധാരാളമായിട്ടുള്ള സമർപ്പണം ചെയ്യണം. വൈകുന്നേരം വിശേഷമായിട്ട് പറ വഴിപാടുകൾ നിങ്ങൾക്ക് നടത്താം. നെൽപ്പറയും അരിപ്പറയും അതുപോലെ തന്നെ അവിലും മലരും ചെറുപയറും തുടങ്ങി എല്ലാവിധയിലുള്ള പറകളും നിറയ്ക്കണം. കാരണം ഓരോ ധാന്യത്തിലും ഓരോ ദേവന്മാരാണ്. ചെറുപയറിൽ മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണുവാണ് ചെറുപയറിന്റെ അതിദേവത. എന്നാൽ നെല്ലിൽ മഹാലക്ഷ്മി ഇരിക്കുന്നു. ഇങ്ങനെ ഓരോ ധാന്യങ്ങളിലും ഓരോ ദേവന്മാര് ഉണ്ട്. എള്ളിലാകുമ്പോൾ ശനീശ്വരനുണ്ട്, ശുചിഗോതമ്പിൽ സൂര്യഭഗവാനുണ്ട്, ചെറുപയറിൽ വിഷ്ണു നാരായണന്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ മധുരയില് കേതുർഗ്രഹം ചണ്ടാള ദേവതകളുടെയാണ്. ഉഴുന്ന് അവിടെ രാഹു തുടങ്ങിയിട്ടുള്ള ദേവന്മാരാണ്. ഇങ്ങനെ ഓരോ ദേവന്മാരും ഓരോ ധാന്യത്തിലുണ്ട്. ആ ധാന്യം സമർപ്പിക്കുമ്പോഴും ആ ദേവസാന്നിധ്യം നമുക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതം ധന്യമാകുവാൻ, നമുക്ക് ഓരോ ദശാകാലങ്ങളിലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളതെല്ലാം. അതുകൊണ്ടാണ് ഗുരുദേവൻ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടമ പേരു മൻപട് വളർത്ത് കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഇങ്ങനെ ഗുരുദേവൻ പിണ്ടനന്ദിയിൽ തുടങ്ങുമ്പോഴേ എഴുതിയിട്ടുണ്ട് അല്ലെ. ഗർഭത്തിൽ കിടക്കുമ്പോൾ മുതൽ തന്നെ ഭഗവാൻ നമ്മളെ പരിരക്ഷിക്കുകയാണ്. പിന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്തോരം രക്ഷിക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ ആ മറ്റു ജീവികൾ വന്ന്, ദുഷ്ടജീവികൾ വന്ന് നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് 4-5 മാസം ഒരുപോലെ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിൽ അണയാതെ, കാലന്റെ കയ്യിലേക്ക് അണയാതെ 4-5 മാസം, 5-9 മാസം നമ്മളെ ആ ഭഗവാൻ രക്ഷിച്ചതുപോലെ, ഗർഭപാത്രത്തിൽ സംരക്ഷിച്ചതുപോലെ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഭഗവാൻ സദാസമയം നമ്മൾ നടക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും, ഒരു റോഡിന് ക്രോസ് ചെയ്യുമ്പോഴും, ഒരു മലമേൽ കയറുമ്പോഴും, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും, ഒരു 2 വീലറിൽ പോകുമ്പോഴും, കാറിൽ പോകുമ്പോഴും, ട്രെയിനിൽ പോകുമ്പോഴും, വിമാനത്തിൽ പോകുമ്പോഴും ഒക്കെ ഈ ഭഗവാന്റെ സാന്നിധ്യമാണ്. നമ്മൾ അപകടത്തിൽപ്പെടാതെ സദാസമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുന്നില്ല ഈശ്വരൻ. ഒരു നിമിഷം വിട്ടുപിരിഞ്ഞു പോയാൽ നമ്മൾ അപ്പൊ ചത്തു. ഇതാണ് ഈശ്വര സാന്നിധ്യം എന്ന് പറയുക. അതാണ് ജീവന്റെ പ്രാധാന്യം എന്ന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ 7 ദിവസം 365 ദിവസവും നമ്മൾ ഈ നാട് മുഴുവനും ഓടി ജോലിയും കഷ്ടപ്പാടും ചെയ്യുമ്പോൾ 7 ദിവസം നമ്മൾ വിശ്രമിച്ച് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കുവാൻ, സപ്താഹം എന്ന് പറയുന്ന കോഴ്സിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാട്ടിലുള്ളവര് മഹത്വമുള്ളവരായി തീരണം. വന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ പോലും വന്നിരുന്ന് കേൾക്കുക. ശ്രവണം എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ശ്രവിക്കുക എന്ന് പറയുക. അതുകൊണ്ട് ശ്രവണത്തിന് ഏറ്റവും പ്രാധാന്യമാണ് ഭഗവത് ശ്രവണം എന്ന് പറയുക. അതുകൊണ്ട് ആ ശ്രവണം തന്നെ നമുക്ക് മോക്ഷവും മുക്തിയും ഒക്കെ കിട്ടും. നമ്മളറിയുന്നില്ല നമുക്കുണ്ടാവുന്ന മാറ്റങ്ങള്. നമ്മുടെ വളർച്ച പോലെ തന്നെ നമ്മൾ വളർന്നു പോകുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോഴാണ് കുഞ്ഞിലെ ഉള്ളതുപോലെ അല്ല. കുറച്ച് പ്രായം ചെല്ലുമ്പോ മധ്യവയസ്കനാവുമ്പോൾ അങ്ങനെയല്ല. ഇതേപോലെ തന്നെ നമ്മൾ തന്നെയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ സ്വരൂപങ്ങള് ഓരോ സുദിനവും നമ്മുടെ ശരീരത്തിനും മുഖത്തിനും നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മളുടെ ശക്തിക്കും ഒക്കെ ഇങ്ങനെ കുറവ് വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ ഇതെല്ലാം പ്രകൃതിയുടെ ആ മഹത്വമായ ഭാവമാണ് എന്ന് കരുതിക്കൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യം ഒന്നിച്ചു കൂടുമ്പോ ഒന്നിച്ച് ഭഗവാന്റെ കുടുംബം മുഴുവനും ഇരിക്കുന്ന ഈ ഉദയദേവരുടെ സന്നിധിയില് കൈലാസമാകുന്ന കുടുംബം മുഴുവനും ഉണ്ട്. ഇവിടെ സുബ്രഹ്മണ്യനും മഹാഗണപതിയും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അതാ മാതാമേ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം. ഇങ്ങനെയാ പറയുക. ആ അന്നപൂർണേശ്വരിയായിരിക്കുന്ന അമ്മയെ കാണുവാനും ഭഗവാൻ മഹാദേവനെ കണ്ടു വണങ്ങുവാനും നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് നമ്മുടെ യജ്ഞാചാര്യൻ ഗുരുജി പറഞ്ഞതും അത് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഈ 6-7 ദിവസം കൊണ്ട് നമ്മളുടെ ജന്മത്തിൽ സുഹൃതവും ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുവാൻ ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഈ ശിവകുടുംബത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോ അതൊരു മാതൃകാ കുടുംബമാണ്. ശിവകുടുംബം എന്ന് പറയുമ്പോൾ ഒരു മാതൃകാ കുടുംബമാണ്. കാരണം അവിടെ ഗണപതി ഭഗവാനുണ്ട്, അവിടെ മഹാദേവനും പാർവതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ട്. അവിടെ മഹാദേവന്റെ വാഹനം എന്ന് പറയുമ്പോൾ കാളയാണ്, പാർവതി ദേവിയുടെ സിംഹമാണ്, എലിയാണ് ഗണപതിയുടേത്, സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. പക്ഷെ ഇവരൊക്കെ തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഭാവമുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. പാമ്പിനെ കണ്ടാൽ മയിൽ വിടില്ല, എലിയെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് വിടില്ല, ഈ കാളയെ കണ്ടു കഴിഞ്ഞാൽ സിംഹം വിടില്ല. കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവരാണ്. പക്ഷെ ഈ കൈലാസത്തിലെ കുടുംബം എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ പോലും അവിടെയുള്ള ഐക്യത, ആ കുടുംബത്തിലുള്ള ഐക്യത ഇതേപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടാവേണ്ടത്. കുടുംബൈക്യം എന്ന് പറയുമ്പോൾ അതുപോലെ ആ വസുദൈവ കുടുംബത്തിൽ വന്ന് ആ ഭഗവാന്റെ വേദിയിൽ വന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കുടുംബത്തില് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ചില സന്ദർഭങ്ങളുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വിട്ടുപോകാം. അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ഈശ്വരനെ നമ്മൾ കൂട്ടുപിടിക്കണം. ഈശ്വരനെ എപ്പോഴും ഗുരുവായി ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ആ ഗുരുവിന്റെ സാന്നിധ്യത്തിന് പ്രാധാന്യമാണ്. നമ്മളിൽ തന്നെയാണ് പുരുഷോ ചേതയതി പുരുഷ. എല്ലാ ശരീരങ്ങളിലും ശയിച്ചിരിക്കുന്ന മഹാചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ആ ഉപാസകനായിരിക്കുന്ന നാരദ മഹർഷി കൈലാസത്തിൽ ചെന്നപ്പോ അവിടെ മഹാദേവൻ ധ്യാനത്തിലിരിക്കുന്നു, വൈകുണ്ഠത്തിൽ ചെന്നപ്പോ വിഷ്ണു ഭഗവാൻ അവിടെ ധ്യാനത്തിലിരിക്കുന്നു, ബ്രഹ്മാവും ധ്യാനത്തിലിരിക്കുന്നു. ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരൊക്കെ അപ്പോ നാരദ ഋഷി വിചാരിക്കുകയാണ്, ചേട്ടാ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് മഹാദേവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയൊക്കെ പൂജിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ ജപിക്കുമ്പോ ഇവരാരെയായിരിക്കും ജപിക്കുക? സംശയമായി അല്ലേ? ഇതേപോലെയാണ് ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത്. അതിനപ്പുറമാണ്. എന്നാൽ ഏറ്റവും നമ്മുടെ അടുത്തുള്ളതും ഏറ്റവും അകലെയുള്ളതുമായ ആ മഹത് ചൈതന്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഉമാ മഹേശ്വര ക്ഷേത്രം സന്നിധി ഈ വർഷവും അതിന് പങ്കാളികളായിരിക്കുകയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ഭക്തന്മാരുടെയും സാന്നിധ്യം നമ്മുടെ ക്ഷേത്ര സന്നിധിയിലുണ്ടാകണം.
എന്ത് തിരക്കുകളുണ്ടെങ്കിലും നിങ്ങൾ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വൈകുന്നേര സമയത്തോ അതിരാവിലെയോ നിങ്ങളുടെ സമയോചിതമായിട്ട് വന്ന് ഭാഗവതം ശ്രവണം ചെയ്യണേ, ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമേ. അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് തിരക്കുകളുണ്ട്. നമ്മള് വീട്ടിൽ ഒരുപാട് തിരക്കുകൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് എവിടെയും ഓടും നമ്മള്, അല്ലെ? നമുക്ക് ഒഴിച്ചു മാറ്റാവുന്നത് ഇതൊക്കെയാണല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നാണ് ഈശ്വര സേവ എന്ന് കണ്ടുകൊണ്ട് നമുക്കൊരു ആശുപത്രി ആവശ്യം വന്ന് എന്ത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലെ ആ മകളുടെ കല്യാണം നടക്കുകയാണെങ്കിലും അച്ഛനൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകില്ലേ? ഇതേപോലെ കാണണം ഭഗവാനെ. അങ്ങനെ കാണാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ. അങ്ങനെ ഭഗവാനെ അങ്ങനെ കണ്ടുകൊണ്ട്, ഗുരുജി പറഞ്ഞ പോലെ അങ്ങനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമാകുവാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെക്കാനുള്ള മനസ്സ് കാണിക്കണം. നമുക്ക് ഒരുപാട് അത്യാവശ്യങ്ങൾ ഉണ്ടാവും. ആ അത്യാവശ്യങ്ങളെ മാറ്റി വെച്ചിട്ട് വന്ന് കേൾക്കുന്ന യജ്ഞമാണ് സപ്താഹയജ്ഞമാകുന്ന ജ്ഞാനയജ്ഞം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദീപാരാധനയിലേക്ക് പോകാം. ആദ്യം മഹാദേവന്റെ ദീപാരാധന, അതിനുശേഷം ഇവിടെ യജ്ഞശാലയിലെ ദീപാരാധന കണ്ടു തൊഴണം. എല്ലാ ഭക്തന്മാരും വീട്ടിൽ കുത്തിയിരിക്കാതെ എല്ലാവരും ഇവിടെ വന്ന് അവിടുത്തെ അത്താഴ അന്നദാനമുണ്ട്. ഇവിടെ അത്താഴമാകുന്ന അന്നദാനം ഇന്ന് ഉരിയരിത്തവരുടെ സന്നിധിയിൽ വന്ന് ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുക്കണം. അത്താഴം, ഇന്നത്തെ അത്താഴം ഞാൻ ഉരിയരിത്തവരുടെ സന്നിധിയിൽ വന്നേ കഴിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തിട്ട് എല്ലാ ഭക്തന്മാരും ഉരിയരി സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എത്തിച്ചേരുക. സന്തോഷം, സന്തോഷം, സന്തോഷം.